നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിലായി. മരിച്ച തൃശൂർ പാവറട്ടി സ്വദേശിനിയായ മൗസ മെഹ്റിസിന്റെ ആൺ സുഹൃത്തിനെയാണ് ചൊവ്വയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് വൈത്തിരിയിൽ നിന്നാണ് പിടികൂടിയത്. ഫെബ്രുവരി 24-നാണ് തൃശൂർ സ്വദേശിനിയായ മൗസ കൊവ്വൂരിലെ താമസ സ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മറ്റ് പരിക്കുകൾ ഇല്ലാത്തതിനാൽ ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. എന്നാൽ സംഭവത്തിന് പിന്നാലെ ആൺ സുഹൃത്ത് ഒളിവിലായി. മൗസയുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പിന്നീട് രംഗത്തെത്തുകയായിരുന്നു. മരണശേഷം മൗസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞിരുന്നു. ഫെബ്രുവരി 15-നാണ് അവസാനമായി മൗസ തൃശൂരിലെ വീട്ടിലെത്തിയത്. 17-ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മാർച്ച് 13-ന് മുൻപാകെ സ്റ്റഡി ലീവിന്റെ ഭാഗമായി തിരികെ എത്തുമെന്ന് മൗസ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ മരിച്ചവന്റെ തലേദിവസം മൗസയുടെ ആൺ സുഹൃത്തുമായി തർക്കമുണ്ടായതും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോയതായും സഹപാഠികൾ മൊഴി നൽകിയിരുന്നു. മൗസയുടെയും ആൺ സുഹൃത്തിന്റെ ഫോൺ ചൊവ്വാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആൺ സുഹൃത്ത് പിടിയിലായത്. മൗസയുടെ ബന്ധുക്കളുടെ പരാതിയിലാണ് ആരോപണ വിധേയനായ കോഴിക്കോട് കോവൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വെള്ളിയാഴ്ച യുവാവ് ഗൂഡല്ലൂരിൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വയൂർ പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഒരു പച്ചക്കാറിൽ യുവാവ് നഗരത്തിലുണ്ടെന്നായിരുന്നു രഹസ്യ വിവരം ലഭിച്ചത്. വയനാട്ടിലും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. യുവാവിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. മൗസയുടെ ഫോൺ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിമാടുക്കുന്ന് ഇരിങ്ങാടൻ പള്ളി റോഡിന് സമീപത്തുള്ള ജനതാ റോഡിലെ റെന്റ് ഹൌസിന്റെ തൊട്ടടുത്തുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലശ്ശേരി സ്വദേശിയായ സുഹൃത്ത് തിങ്കളാഴ്ച താമസ സ്ഥലത്തെത്തി മൗസയെ അന്വേഷിച്ചിരുന്നു. കിടപ്പുമുറിയുടെ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരുന്നു. മുറി തള്ളി തുറന്ന് നോക്കിയപ്പോഴാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ മൗസയെ കണ്ടെത്തിയത്. പാവറട്ടി സ്വദേശി കൈതക്കൽ വീട്ടിൽ റഷീദിന്റെ മകളാണ് മൗസ. ചൊവ്വയൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. സമാനമായ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച സംഭവത്തിൽ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. നാവായിക്കുളം സ്വദേശിയായ 28-കാരനായ അഭിജിത്തിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നാവായിക്കുളം കണ്ണംകോണം പുളിമൂട്ടിൽ വീട്ടിൽ പറയത്തനായ ഗിരീഷിന്റെയും സിന്ധുവിന്റെയും മകളായ 16-കാരിയാണ് കഴിഞ്ഞ ദിവസം തൂങ്ങിമരിച്ചത്. മരിച്ച പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് അഭിജിത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പെൺകുട്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് വീട്ടിൽ പെൺകുട്ടിയുടെ അമ്മൂമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാവായിക്കുളം പഞ്ചായത്തിലെ ക്ലർക്കായ അമ്മ ജോലി സ്ഥലത്തായിരുന്നു. അമ്മൂമ്മയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ആയുധം ഉപയോഗിച്ച് മുറിയുടെ വാതിൽ പൊളിച്ചാണ് അകത്തു കിടന്നത്. ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ട് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. കല്ലമ്പല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയായിരുന്നു. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. മരണത്തോടുള്ള അഭിവാഞ്ചിതയല്ല, സഹിച്ചുകൊണ്ടിരിക്കുന്ന മനോവിധയിൽ നിന്ന് ഒരു മോചനം മോഹിച്ച് മാത്രമാണ് ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിൽ കാണാനാവാതെ തളരുമ്പോഴൊക്കെയാണ് പ്രത്യാശാരഹിത്യവും ഏകാന്തബോധവും തന്നോടൊക്കെ തന്നെയുള്ള വെറുപ്പും കലാശിക്കുമ്പോഴൊക്കെയാണ് മിക്കവരും ആത്മഹത്യയിലേക്ക് തുനിയുന്നത്. കൃത്യത്തിന് ഒരുമ്പെടുന്ന വേളയിൽ പോലും അത് വേണോ വേണ്ടയോ എന്നൊരു ചാഞ്ചല്യം പലരുടെയും മനസ്സിൽ നിലനിൽക്കാറുമുണ്ട്. അതിനാലൊക്കെ തന്നെ മറ്റുള്ളവരുടെ യാദോച്ഛിതമായ ഇടപെടലുകൾക്ക് ഇവരുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നതിൽ നിർണായക പങ്ക് വഹിക്കാനാകും. സ്വയം ഹത്യയിലേക്ക് നീങ്ങുന്നുവെന്ന പ്രതീതി ഉളവാക്കുന്നവരെ നേരിൽ കണ്ടാലും അവരെ സഹായിക്കണമെന്ന അദമ്യമായ ആഗ്രഹമുണ്ടെങ്കിലും പലരും ഒന്നും ചെയ്യാതെ മാറി നിൽക്കാറുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് പറയേണ്ടതും ചെയ്യേണ്ടതെന്ന ജ്ഞാനം തനിക്കില്ലെന്ന അബദ്ധധാരണയും അതുളവാക്കുന്ന ആത്മവിശ്വാസമില്ലായ്മയാണ്. എന്നാൽ കടുത്ത ആത്മഹത്യാ ചിന്തകളുമായി ഏറെക്കാലം നടന്നിട്ടും അനന്തരം അവയിൽ നിന്ന് മുക്തി നേടാനായവർ പറയുന്നത് തങ്ങൾക്കത് സാധ്യമായത് ആരെങ്കിലും പ്രത്യക്ഷപ്പെട്ട് മൊത്തം പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട സഹായ നിർദ്ദേശങ്ങൾ തന്നതുകൊണ്ടല്ല, മറിച്ച് സഹാനുഭൂതിയുടെ ഒന്നും ചെവിതരാനുള്ള മനസ്സോടെ ചിലരെങ്കിലും രംഗത്തെത്തിയതിനാലായിരുന്നു എന്നാണ്. അവരോടും നാം എന്തു പറയുന്നു എന്നതിലും പ്രധാനം മനസ്സിൽ ആത്മാർത്ഥമായ താല്പര്യം അവരോട് ഉണ്ടായിരിക്കണം എന്നതാണ്. ആ ഭാഗം ശരിയായാൽ അനുയോജ്യമായ ഭാഷയും ശരീരഭാഷയും ഒക്കെ താനേ വന്നോളും. സഹായഹസ്തം നീട്ടുന്നതെന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന മറ്റൊരു ചിന്താഗതിയാണ് താൻ സംസാരിക്കാൻ ചെന്നാൽ അവസാനം പ്രശ്നം കൂടുതൽ വഷളായി ആള് ശരിക്കും അങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കുമോ എന്നൊക്കെയുള്ളത്. ഈ ഭയവും അസ്ഥാനത്താണെന്നതാണ് ഗവേഷക മതം. പറയാനുള്ളത് മുൻവിധികളില്ലാതെ അനുകമ്പയോടെ കേൾക്കാൻ ഒരാൾ തയ്യാറായാൽ അത് ആത്മഹത്യാ ചിന്തകളെ ശക്തിപ്പെടുത്തുകയല്ല, മറിച്ച് ദുർബലമാക്കുക തന്നെയാണ് ചെയ്യുക. വേറെയുമുണ്ട് തെറ്റിദ്ധാരണകൾ. സ്വജീവനെടുക്കുമെന്ന് പറഞ്ഞു നടക്കുന്നവർ അത് പ്രാവർത്തികമാക്കുകയൊന്നുമില്ല. തെറ്റ്. ആത്മഹത്യ ചെയ്യുന്ന മിക്കവരും തത്സംബന്ധമായ സൂചനകൾ ചുറ്റുമുള്ളവർക്ക് പല രൂപത്തിലും കൊടുക്കാറുണ്ട്. ഞാൻ ഇല്ലാതായാൽ നിനക്ക് മനസ്സിലായേക്കും, എത്ര നോക്കിയിട്ടും ഒരു പരിഹാരവും തെളിഞ്ഞു കിട്ടുന്നില്ല, ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് നന്നായേനെ എന്നൊക്കെയുള്ള പറച്ചിലുകൾ ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. ഏതു വിധേനയും എന്നെ ഒന്ന് ദയവ് ചെയ്ത് സഹായിച്ചു തരാമോ എന്നൊരു അഭ്യർത്ഥന ഇത്തരം കമന്റുകളിൽ ഉള്ളടങ്ങിയിട്ടുണ്ടാകാം. മാനസിക രോഗമുള്ളവരാണ് സ്വയം ഹത്യയ്ക്ക് തുനിയുക. ഇതൊക്കെ തെറ്റാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ ഭൂരിഭാഗവും മനോരോഗമൊന്നും ഉള്ളവരല്ല.
കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നവരോ ക്ലേശകരവും പൊരുത്തപ്പെടാനാകാത്തതുമായ ജീവിതസന്ധികളിലൂടെ കടന്നു പോകുന്നവരൊക്കെയാകാം. മിക്കവരും സ്വയം നശിക്കാൻ നിശ്ചയിച്ചുറച്ചവരുടെ മനസ്സ് മാറ്റിവെക്കാൻ ഒരാൾക്ക് ആകില്ല. അങ്ങനെയല്ല, പ്രശ്നങ്ങളെപ്പറ്റി തുറന്ന് ചർച്ച ചെയ്യാനും അവയെ പുതിയ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണാനും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമൊക്കെ അവസരം കിട്ടുന്നത് മിക്കവരെയും മരണോന്മുഖതയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകും. ആത്മഹത്യകൾ തടയാനാകാൻ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നവർ പൊതുവെ കാണിക്കാറുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആത്മഹത്യയോ സ്വയം ഉപദ്രവിക്കുന്നതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുക. മരണത്തെക്കുറിച്ച് ഏറെ വാചാലരാവുകയോ വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുക. ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കാവുന്ന വിഷമോ ആയുധങ്ങളോ പോലുള്ള സാധനങ്ങൾ വാങ്ങുക. താൻ എല്ലാവർക്കും ഒരു ഭാരമായി തീർന്നെന്ന മട്ടിലോ പ്രത്യാശ നഷ്ടപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കുക. വിൽപത്രം തയ്യാറാക്കുക. വിലപിടിപ്പുള്ള ഏറെ ഇഷ്ടത്തോടും അഭിമാനത്തോടും കൊണ്ടു നടന്നിരുന്ന വസ്തുക്കൾ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പതിവില്ലാത്ത വിധം സന്ദർശിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക. അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തുടങ്ങി എന്നിങ്ങനെ ഇതെല്ലാം പ്രധാനങ്ങളാണ്. എന്നിവയെല്ലാം ഇതിൽ പ്രധാനമാണ്. ആത്മഹത്യക്ക് കാരണമാകാറുള്ള മാനസിക പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിഷാദം അഥവാ ഡിപ്രഷൻ. ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ ഈ പറയുന്നവയാണ്. മിക്ക നേരവും നൈരാശ്യം അനുഭവപ്പെടുക. ഒന്നിലും താല്പര്യം തോന്നാതെയോ ഒന്നിൽ നിന്നും സന്തോഷം കിട്ടാതെയോ ആവുക. വിശപ്പോ തൂക്കമോ വല്ലാതെ കുറയുകയോ കൂടുകയോ ചെയ്യുക. ഉറക്കം നഷ്ടമാവുകയോ അമിതമാവുകയോ ചെയ്യുക. ചിന്തയും ചലനങ്ങളും സംസാരവും മറ്റുള്ളവർക്ക് തിരിച്ചറിയാനാകും വിധം മന്ദഗതിയിലോ അസ്വസ്ഥമോ ആവുക. ഒന്നിനും ഒരു ഊർജം തോന്നാതിരിക്കുകയോ ആകെ തളർന്ന് അനുഭവപ്പെടുകയോ ചെയ്യുക. താൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നോ അമിതമായ അസ്വസ്ഥതയോ കുറ്റബോധമോ ഒക്കെ തോന്നി തുടങ്ങുക. ചിന്തിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിലും എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കഴിവ് കുറയുക. മരണത്തെയോ ആത്മഹത്യയോ പറ്റി സദാ ആലോചിക്കാൻ തുടങ്ങുക. ഈ പറഞ്ഞതിൽ 5 2ആഴ്ചയിലേറെ മിക്ക ദിവസവും നിത്യജീവിതത്തെ ബാധിക്കുന്നത്ര തീവ്രതയോടെ നിലനിൽക്കുന്നവരാണ് വിഷാദം നിർണ്ണയിക്കപ്പെടുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പ്രകടമാകുന്നവർ വിദഗ്ധ സഹായം തീർച്ചയായും തേടേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.